ഉച്ചയ്ക്ക് ഊണിന് ഒഴിച്ചുകറി വേണമെന്ന് നിർബന്ധമുള്ളവരാണോ? എന്നാൽ നമുക്ക് മുരിങ്ങക്കോലും തക്കാളിയും കൂട്ടി ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? ഈ കറി എല്ലാവർക്കും അറിയാവുന്നൊരു കറിയാണ്. എന്നാൽ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഞാനൊരു 3 മുരിങ്ങക്കോൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നീളത്തിലരിഞ്ഞും തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 3 വലിപ്പത്തിലുള്ള പച്ചമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പണ്ട് വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് അധികം ഇഷ്ടമല്ലാത്തൊരു കറിയായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ ഈ കറിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള കറി. ഒഴിച്ച് കറി എന്ന് പറയുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടി ആയതുകൊണ്ട് ഞാൻ ഈ കറിയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്, കാരണം ഇതൊരു മഞ്ഞക്കറിയായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നാളികേരം അരച്ചെടുക്കാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ജീരകം, തേങ്ങ. എനിക്ക് ജീരകം അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നല്ല അമ്മിയിലിട്ട് അരച്ചാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ കറി, മുരിങ്ങക്കോലും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരപ്പിതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് കൂടിയാണ് ഒഴിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും വേപ്പിലൊക്കെ കൂടി താളിച്ചൊഴിക്കാം. അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.